പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവരായിരിക്കുക. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഞായറാഴ്ചയായിരുന്നു. എല്ലാവരും ദേവാലയത്തിൽ പോയി ബലിപീഠത്തോട് പ്രാർത്ഥിച്ചെന്ന് വിശ്വസിക്കാം. പള്ളിയിൽ പോകാത്തവരുമുണ്ട്. അവരെയും ദൈവമായ കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. എന്താണ് വചനം പറയണേന്ന് നോക്കിക്കോളുക. സുഭാഷ് സഭാപ്രസംഗകൻ 5-ാം അധ്യായം 1-ാം തിരുവചനം. അതിന് ചോദിക്കാം. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവരായിരിക്കുക, ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്ത് ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണം. കുർബാന അർപ്പിക്കാനായിട്ട് ബലിപീഠത്തോട് ചേർന്ന് നിൽക്കാം, അടുത്തേക്ക് ചെല്ലാം. കുറേ പേര് പുറകിലാണ് പോയി നിൽക്കാം, ചില പള്ളിയുടെ പുറത്തായിരിക്കും പോയി നിൽക്കുന്നത്. അത് കർത്താവ് പറയണണ്ട. എന്താന്ന് നോക്കിയേ, ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മത ഉള്ളവരായിരിക്കുക, ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്ത് ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണം. വിഡ്ഢിയുടെ ബലിയർപ്പണം എന്നാ പറയണത്. ഓക്കെ, അത് നമ്മൾ എന്തുമാത്രം ശ്രദ്ധിക്കണം അല്ലേ. കർത്താവിൻ്റെ കുർബാന അടിക്കുമ്പോൾ നമ്മൾ അടുത്തേക്ക് ചെല്ലണം. അടുത്ത് ചെന്ന് നമ്മൾ കൈകൂപ്പി ബലിയോട് പങ്കെടുപ്പിക്കണം. ഹല്ലേലൂയ. താങ്കൾ തിന്മയാണ് പ്രവർത്തിക്കുമെന്ന് ഭോഷന്മാർ അറിയുന്നില്ല. തിന്മ ചെയ്യുന്നവർ പുറകിലേക്ക് പോകും. പാവമുള്ളവൻ പള്ളിയുടെ പുറത്ത്, പാവമില്ലാത്തവർ മുമ്പിലോട്ട് കയറി വരും. പാവക്കറ ബലിപീഠത്തോട് ചേർത്ത് പിടിക്കാൻ നിൽക്കാൻ പറ്റില്ല അവർക്ക്. അത് അവരെ പിടിച്ച് വലിക്കണ ഒരു ശക്തിയാണ്. നമുക്ക് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണ തോന്നണമേ. എവിടെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ പാവം മറഞ്ഞിരിപ്പുണ്ടെങ്കിൽ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. കുമ്പസാരത്തിലൂടെ പാപമോചനം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവരെയും കാസയോടും പിലാസയോടും കുർബാനയോടും ചേർത്ത് വെച്ചുകൊണ്ട് ആമേൻ. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്.